ഞങ്ങളുടെ നാട്ടിൽ തീജാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഷോപ്പിംഗ് പോണ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ റെഡി ആയിട്ടില്ല, സത്യം പറഞ്ഞു പറയട്ടെ. ഇവർക്ക് സാരി ഇടാൻ അറിയാതെ സാരി ഇട്ട് കൊടുത്ത് അവസാനം ഞാൻ ബേജാറിൽ ഞാൻ എൻ്റെ സാരി കൊള്ളുമായിരിക്കണതില്ലേ. ഇത് നമ്മുടെ കാലിക്കുട്ടി, വിപാസ് കുട്ടി. അപ്പോൾ ഞാൻ തീച്ചിൻ്റെ മേലേക്ക് പോവാണ്. ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സിസ്റ്റേഴ്സ്. പക്ഷെ ഞാൻ മാത്രമാണ് ഒരു റെഡ് കളർ, ബാക്കി എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഒരു മെറൂൺ കളർ. ഈ ഒരു കളർ വള എന്നുണ്ടോ? വള എങ്ങനെയുണ്ട് ഗായ്സ്? ജസ്റ്റ് കമന്റ് ചെയ്താൽ ഭംഗിയുണ്ടെങ്കിൽ ഓക്കെ. ഇതെന്റെ നിശക്കുട്ടിതാ. ഹലോ, അതെന്റെ വേറെ കഴിഞ്ഞി ಮತ್ತೆ വീഡിയോ ഫോട്ടോ കണ്ടേ എന്റെ കസിൻസ് കാണിച്ചു കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഇതാണ് എന്റെ ഫുൾ ലുക്ക്. ആക്ച്വലി ഉണ്ടല്ലോ പിന്നെ സാരി ഇട്ടെടുത്ത് എനിക്ക് ഇടാൻ ടൈം കിട്ടിയില്ല. അപ്പൊ ഇതാണ് ലുക്ക്. സാരി റെഡ് കളർ സാരി, ബ്ലൗസ് ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്, 2 കുട്ടി ജിംക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ ലിപ്സ്റ്റിക്ക്, വള. ഓക്കെ, ഇത്രയാണ് ഞാൻ റെഡി ആയിട്ടുള്ളത്. നമുക്ക് അവിടെ കൂടെ കാണാം. എല്ലാവരും വിട്ടു പോവാണ്, ഞാൻ വേഗം നടക്കട്ടെ. ഇത് ഫുള്ള് ഞങ്ങളുടെ ഫാമിലി തന്നെ കേട്ടോ. ഫുൾ വീഡിയോ എങ്ങനെയിരുന്നു? സോറി, വീഡിയോ അല്ല, ഫുൾ ലുക്ക്. ഞാൻ മാത്രം ശരി, ഞാൻ മാത്രം കാണാൻ ഭംഗിയില്ല. നോക്കിവര് ചെള്ളിപ്പടികള്. മുടി കെട്ടിയതൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഹലോ, അങ്ങനെ ഞങ്ങൾ ഒരു അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇന്ന് തീജ് വീട്ടിൽ നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞു. മീൻസ് ഫ്രൂട്ട്സ്, പഴം, ഫ്രൂട്ട്സ് പഴം ഒന്നല്ലേ, ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ മോര് അങ്ങനെയൊക്കെ ഐറ്റംസ് കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമ്പലത്തിലായിരിക്കും പരിപാടി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത്ര നേരം ദൂരം നടന്ന് വന്നിട്ട് വേർത്ത് മേക്കപ്പൊക്കെ പോയി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൽ പോണ വഴി. ഓക്കെ, ഇതെന്റെ ബേബി. ഇതാ ബേബി. ഹലോ ഹലോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അതിനും കുറച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്തേടാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ നേപ്പാളിലെ അമ്പലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി, കാരണം തീ ദിവസം സാരി കൊടുത്ത് അടിപൊളിയായിട്ട് പോകുന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ എൻ്റെ സിസ്റ്റേഴ്സിന് ആർക്കും സാരി കൊടുക്കാൻ കറക്റ്റായിട്ട് അറിയില്ല. അത് കാരണം 4 പേർക്ക് ഉടുത്ത് കൊടുത്ത് ഞാൻ റെഡിയായി വരാൻ കുറച്ച് ലേറ്റായി. അതുമല്ലാതെ പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ വന്നിട്ട് നമുക്ക് പൂജ ചെയ്യാം, അമ്പലത്തിൽ നിന്ന് പൂജ ചെയ്തിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പരിപാടി നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ തന്നെ കുറച്ച് ചെറുതായിട്ട് പൂജ പോലെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രസാദവും അതൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിൽ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന മുമ്പായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തീജ് പറഞ്ഞ എന്താണെന്ന്. കല്യാണം കഴിക്കാത്ത ആൾക്കാർക്കും കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കും അങ്ങനെ ഒരു ലേഡീസ് ഡേ എന്ന് പറയും. അങ്ങനെ തീജ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് കലാപരിപാടികളാണ് നടക്കുന്നത് അമ്പലത്തിൽ. നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടാവില്ല ഗാനമേള, ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ. അതുപോലെ നേപ്പാളിലും പാട്ട്, ഡാൻസ് ഉണ്ടാവും. ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുമ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ പാട്ട് ഇങ്ങനെ കാസറ്റോ അല്ലെങ്കിൽ സ്പീക്കറൊന്നും വെക്കില്ല. ജസ്റ്റ് നമ്മൾ ടീംസായിട്ടുണ്ടാവും. അവർ പാട്ട് പാടും. നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ പാട്ട് പാടി വായും കൊണ്ട് തന്നെ പാട്ട് പാടിയിട്ട് പിന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് നമ്മൾ തീജ് എന്ന് പറയണത്. അപ്പം എല്ലാ ലേഡീസും അതുപോലെ ഡാൻസ് കളിക്കുന്ന അറിയുന്ന ജെൻസൊക്കെ വേണ്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഞാനത് കേൾപ്പിക്കട്ടെ പിന്നെ ഡാൻസും പാട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന മുമ്പായിട്ട് എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പോയത് കറക്റ്റ് സമയത്തായത് കാരണം ഞങ്ങൾക്കും കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതെൻ്റെ സിസ്റ്ററിൻ്റെ പൂനെ തൊടുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തീച്ച് ഉള്ളിൽ നിന്ന് മേള കണ്ടുകൊണ്ടിരുന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പൈസ ഞങ്ങൾ ഉള്ളിൽ ഫുള്ള് ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിന് കുറച്ച് പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ലോങ് ആയിട്ട് ഇട്ട് കൊടുത്ത് പാട്ടൊന്നുമില്ല. പാട്ട് വെറുതെ ഒരു പാട്ട് ഡാൻസ് കളിക്കണം. അപ്പം കുറച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിൽക്കണോ ചെയ്യോ പോകെ
उसको पैसा निकाला से निकालिस होलसेल आइसक्रीम ചൂട് ചൂടായേ ജിലേബി ഉണ്ട് നമുക്ക് ജിലേബി കഴിക്കാം ചൂട് ചൂട് ജിലേബി വേണോ ഗായ്സ് അതേപോലെ ഇപ്പുറത്തും വെക്കുന്നുണ്ട് ചൂട് ചൂട് ജിലേബി ഉണ്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ട് പക്ഷെ നമ്മുടെ കേരള സ്റ്റൈലിൽ ടേസ്റ്റ് വരില്ല മിച്ചറുണ്ടോ ഇവിടെയൊക്കെ മിച്ചറുണ്ടല്ലോ കവറിൽ കെട്ടിയിട്ടാണ് വിൽക്കുന്നത് ഇവിടെ നമ്മുടെ അവിടെ ഉത്സവത്തിന് പോയി മിച്ചറൊന്നും കൊണ്ടുപോകില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ മിച്ചറാണ് മെയിൻ ഓക്കെ ഹലോ ഹായ് കാണിക്കുന്നു കണ്ടില്ലേ ഇവിടെയും മിച്ചർ ആക്ച്വലി ഇവിടെ ഫേമസ് മിച്ചറാണ് കേട്ടോ അപ്പം നമ്മൾ ഡാൻസ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടാ നോക്ക് എൻ്റെ പൊന്നോ മണവാട്ടി ഇപ്പോൾ റെഡി ആയിരിക്കും നോക്ക് ഞാൻ പറഞ്ഞു തീച്ച് പറയുമ്പോൾ ഓൺലി ഗേൾസ് ഇനി വേണ്ട അപ്പോൾ ഇന്ന് ഗേൾസിൻ്റെ ഡേ ആണ് അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ് എല്ലാവരും കേ പോളിസേനാ നമുക്ക് മാലേൻ്റെ അടിവാരത്തിൽ അമ്പലം ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഒരു പരിപാടി ഒരു പിക്നിക് പോലെ ആയിട്ട് ഇവിടെ എല്ലാവരും കണ്ടില്ലേ ഡാൻസ് കണ്ട് മടുത്തിട്ട് ഇപ്പോൾ എല്ലാവരും ഓരോരോ മുക്ക് അവനവൻ്റെ സീറ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഇരിക്കാൻ ഫോട്ടോസ് എടുക്കാൻ കണ്ടില്ലേ കഴിഞ്ഞു വെറും ഡാൻസ് മാത്രം ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ലേഡീസിൻ്റെ പിന്നെ അപ്പോൾ പരിപാടി കഴിഞ്ഞ ശേഷം എന്താ കാലിന് കുറേ നേരം ഐസ്ക്രീം വേണം പറഞ്ഞ് കുറേ കറി ഉണ്ടായിരുന്നു ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിക്കുകയാണ് തിരക്ക് മൊത്തം കഴിഞ്ഞ അമ്പലത്തിൽ ബാക്ക് നോക്കൂ അമ്പലത്തിൽ ഒരു മനുഷ്യനും കാണാനില്ല ഇനി ജിലേബി ഹനൂറാ ജിലേബി സൊക്കറാ सक्को जिलेबी टाइम दिन पर्छ जेरी नाम्रो चाहिन्छ भने रुक्नुस् सामने और मलाई ये ജിലേബി തന്നെ ആഗ്രഹം ജിലേബി മൊത്തം കഴിഞ്ഞു ഞാൻ കിന്നേറ ഊസാത്തേറ്റി ജിലേബി കിന്നേറ खाना मन लाग्छ न ജിലേബി खाने भन्छु ജിലേബി കഴിഞ്ഞു തോന്നുന്നു ഇന്നത്തെ ഞങ്ങളുടെ തീയതി കഴിഞ്ഞു മുടി പിരിച്ചിട്ടപ്പോൾ എന്തൊരു ചൂടായിരുന്നു എന്നറിയോ കൊണ്ടിട്ടപ്പോഴാണ് ഒരു സമാധാനം കാലേ പോവാണ് ചേച്ചി പോണ ഭയങ്കര ഇത് മേട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് എന്താ പറയ്ക്കാത്തക്കില്ല സോറി കതിക്കില്ലെന്നല്ല താഴുണ്ടാവില്ല നമുക്കറിയില്ല നമ്മൾ വീട് എടുത്തുകൊണ്ട് പോയാ അതുകൊണ്ട് വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മേട് കാല അവിടെ എത്തി മഴ ഞാൻ ഉരുണ്ട് വീണ് നേരെ പോണതേ ആ വള്ളത്തിക്കാണ് കേട്ടാ അങ്ങനെ ഫൈനലി ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്
സംഭവം 7 നടന്ന് ഈ രാത്രി നേരം ഞങ്ങൾ എത്തിയത് കുറച്ച് ലോങ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് എൻജോയ് ചെയ്ത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തൊന്നും പറ്റിയില്ല. കാരണം ഞാൻ വിചാരിച്ച സാരി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. കാരണം എൻ്റെ സിസ്റ്റേഴ്സിന് ആർക്കും സാരി കൊടുക്കാൻ അറിയില്ല. അത് കാരണം ഞാൻ അവർക്ക് 3 പേർക്ക് സാരി ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ടൈം ഉണ്ടായത് പെട്ടെന്ന് ഇട്ട. കാരണം ഒന്ന് മൈൻഡേ പോയി. നമ്മൾ റെഡി ആകുമ്പോൾ കറക്റ്റായിട്ട് റെഡി ആയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുള്ളൊരു ഇത്. അപ്പം അങ്ങനെ റെഡി ആകാൻ പറ്റിയില്ല. അപ്പോൾ വേഗം വലിച്ചു വരി ഡ്രസ്സൊക്കെ ചെയ്ത ശേഷം പോയതും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നടന്നു പോകാനേ ടൈമായി. അത് കാരണം പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിന്നുള്ളൂ. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറേ വീഡിയോസ് എടുക്കുന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ ക്രൗഡിൽ വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. പിള്ളേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും അത് കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ തീജ്. ഇങ്ങനെയൊന്നല്ല, ഇത് സിമ്പിൾ തീജാണ്. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് തീജ് ആഘോഷിക്കും. പക്ഷെ അത് എന്താ പറയുന്നത്, എൻ്റെ മാമൻ്റെ വീട്ടിൽ ആരുമില്ല, എല്ലാവരും കേരളയിലാണ്. ഒരു ചേച്ചിയും പിന്നെ എൻ്റെ ഒരു മാമൻ്റെ ഭാര്യയും പിന്നെ വന്നിട്ട് ഒരു രണ്ട് സിസ്റ്റർമാരുള്ളൂ. അത് കാരണം ഫാമിലി കുറേ പേരുണ്ടെങ്കിലാണ് അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിക്കുള്ളൂ കേട്ടോ. അപ്പം ആൾക്കാർ ആരുമില്ല, മാമന്മാരില്ല, ആരുമേ ഇല്ലാത്ത കാരണം ഉണ്ടല്ലോ, സിമ്പിളായിട്ട് വീട്ടിൽ രാവിലെ ഫുഡ് കഴിച്ച് മീൻസ് പഴങ്ങൾ കഴിച്ച് മോര് കഴിച്ച് പിന്നെ സിമ്പിളായിട്ട് ഒരു പൂജ പോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വേഗം റെഡിയായി പോയി. സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ തീജ് ചെയ്യണത്. തീജ് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഭർത്താവിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ഭർത്താവ് കിട്ടട്ടെ പറഞ്ഞിട്ടാണ്. പിന്നെ ഒരു ലേഡീസിൻ്റെ ഡേ ആണ്, എൻജോയ് ചെയ്യുന്ന ദിവസമാണ്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തീജ് ചെയ്യണത്. ഓക്കെ, മീൻസ് തീജ് ആഘോഷിക്കണത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. കുറേ ചേർന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ഒന്നും സമയം കിട്ടിയില്ല. ഒന്നാമതും ഇവരൊക്കെ വന്നിട്ടാണ്. ഒരാളിവിടെ വളയെ കൂരാൻ തുടങ്ങി. എല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്ത് ഞാൻ മാത്രം ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.